KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് സുധാകരന് അനുവാദം നൽകി. ചുമതല ചൊവ്വാഴ്ച ഏറ്റെടുക്കും. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർ.കെ. തൽക്കാലം ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ തുടരട്ടെ. വോട്ടെണ്ണലിന് ശേഷം കെ സുധാകരൻ മടങ്ങി വരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നുള്ള നിലപാടിലേക്ക് നേതൃത്വം പോയി എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ചൊവ്വാഴ്ച പദവി വീണ്ടും ഏറ്റെടുക്കാൻ പോകുന്നു കെ സുധാകരൻ എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ആർ.കെ. റീജിത്ത്, നമ്മൾ സംസാരിച്ച AICCയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ദേശീയ നേതാക്കൾ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു ഉപാധി ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം വെച്ചിരുന്നില്ല. സംസ്ഥാനത്ത് നിന്നുള്ള ചില നേതാക്കൾ ഈ വിധത്തിലുള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കാനായി ശ്രമിച്ചു. അത് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടല്ല. കെ സുധാകരന് ഏതു സമയവും KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാം. അദ്ദേഹം താൽക്കാലിക പ്രസിഡന്റിന് ചുമതല കൈമാറിയത് കണ്ണൂരിൽ മത്സരിച്ചു എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ്. ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം കെ സുധാകരൻ കഴിഞ്ഞ ദിവസം തേടിയിരുന്നു. അദ്ദേഹത്തിന് ഏതു സമയവും ഈ ചുമതല ഏറ്റെടുക്കാം എന്ന അഭിപ്രായമാണ് ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചൊവ്വാഴ്ച താൻ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മടങ്ങിയെത്തും, അഥവാ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും എന്ന അറിവാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് സുധാകരൻ നൽകിയിരിക്കുന്നത്. അപ്രകാരം ചൊവ്വാഴ്ച KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തും എന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ പാർട്ടിയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത, അത് കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന വിധത്തിലായിരുന്നു. അദ്ദേഹത്തിന് ചില വിഭാഗങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നൊരു പ്രതീതിയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരുന്നു. ഏതായാലും തൽക്കാലം ഈ വിഷയത്തിൽ കെ സുധാകരന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ ഉള്ള സന്നദ്ധത അത് ദേശീയ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.